അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കാണിക്കുന്നത് സിബില്ലാത്ത നെറ്റ് കാണിച്ചല്ലോ എന്ന്, അതുപോലെ സിബിൻ്റെ നെറ്റ് എങ്ങനെ അടിക്കാമെന്ന് ഫ്രണ്ട് വശം മാത്രമാണ് കാണിക്കുന്നത്. അതിൽ ബാക്ക് വശം സ്ലീവ് എല്ലാം അതിലുണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ട് വശമാണ് ഞാൻ കാണിക്കുന്നത്, സിബുള്ള ഭാഗം മാത്രം. അപ്പോൾ ആദ്യമായി തുണി രണ്ടായി മടക്കുക. അതിനുശേഷം നെക്ക് വിഡ്ത്ത് എടുക്കാം. നെക്ക് വിഡ്ത്ത് 3, നെക്ക് ലെങ്ത്ത് 5.5 എടുക്കാം. ലൈൻ വരക്കാം നേരത്തെ കാണിച്ച പോലെ. അതിൽ ഞാൻ റൗണ്ടാണ് എടുക്കുന്നത്, റൗണ്ട് മോഡലെടുത്തു. അത് നമുക്ക് സിബ് വെക്കുന്നുണ്ടെങ്കിൽ ആ സിബ് വെച്ചിട്ട് അതിൻ്റെ അളവ് ഫസ്റ്റ് നോക്കണം. സിബ് വെക്കാം. ഇത് സിബിനേക്കാളും 1 ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് അടയാളപ്പെടുത്താം. എന്നിട്ട് അവിടെ സ്ട്രെയിറ്റ് കട്ടാക്കണം. അപ്പോൾ നമുക്ക് കട്ടാക്കാം. ഇതുപോലെ കട്ടാക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതാണ് നമ്മൾ കട്ടാക്കിയ പീസ്. ഇതുപോലെ ഉണ്ടാവും. ഇതിലേക്ക് നമുക്ക് നെക്കിലേക്ക് ഒരു കഷ്ണം വേണം, സിബിലേക്കും വേണം. അതെങ്ങനെയെന്ന് കാണിക്കാം. അത് ഇതേ അളവിന് നമുക്ക് എടുക്കേണ്ടതാണ്. നെക്ക് ഫസ്റ്റ് ഇതുപോലെ 2 മടക്ക് തുണി എടുത്തതിന് ശേഷം നെക്ക് വിഡ്ത്ത് 3 എടുക്കാം. ഇതുപോലെ നെക്ക് ലെങ്ത്ത് 5.5 അല്ല എടുത്തത്, അതേപോലെ 5.5 എടുക്കാം. എന്നിട്ട് ഇതേപോലെ ലൈൻ കൊടുക്കാം. നമ്മൾ റൗണ്ടല്ല കൊടുത്തത്, അതേപോലെ റൗണ്ട് അളവ് കൊടുക്കാം. അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചത് നെക്ക് പീസ് വെക്കുമ്പോൾ 1 ഇഞ്ചാണ് കാണിച്ചത്. ഇപ്പം നെക്ക് നമുക്ക് നൈറ്റിക്കെല്ലാം വെക്കുന്നുണ്ടെങ്കിൽ അതൊരു നമുക്ക് എത്ര അകലം വേണം അത്ര അകലം എടുക്കാം. അപ്പം ഞാൻ എടുക്കുന്നത് 2.5 2.5 എടുക്കുന്നുണ്ട്. ഇതേപോലെ താഴെ വശവും 2.5 എടുക്കുന്നുണ്ട്. അതുപോലെ റൗണ്ടിൽ നമുക്കത് കട്ട് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്യും. ഓക്കെ, ഇതുപോലത്തെ പീസാണ് എടുത്തത്. നെറ്റിൻ്റെ പുറത്തൊരു വശം ഇതുണ്ടാകുന്നല്ലോ ഒരു പീസ്, അതാണ് ഇപ്പോൾ ഞാൻ എടുത്തത്. അപ്പോൾ ഇനിയിപ്പോൾ സിബിൻ്റെ ഭാഗത്തുള്ള ഇതേപോലത്തെ ഒരു പീസ് നമുക്ക് എടുക്കാനുണ്ട്. ഇതുപോലത്തെ പീസ് നമുക്ക് എടുക്കാനുണ്ട്. അത് നമ്മളെ സിബ് എത്രയാണോ അത്ര ലെങ്ത്ത് നോക്കിയിട്ട് അതിനേക്കാളും 1 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ട് നമുക്ക് ആ പീസ് എടുക്കാം. ഇങ്ങനെ മടക്കിയിട്ട് ഒരു 1.5 ഇഞ്ച് വിട്ടും സിബിൻ്റെ അളവ് നോക്കിയിട്ട് നമുക്ക് എടുക്കേണ്ടതാണ്. ഇതുപോലെ ഓക്കെ, ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇത് 2 പീസായിട്ട് എടുക്കണം. ഞാൻ നേരത്തെ കട്ടാക്കിയ പീസുണ്ടല്ലോ, അത് 2 പീസായിട്ട് എടുക്കണം. എന്നിട്ട് നമ്മൾ അടിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ നല്ല വശത്തേക്കാണ് മറ്റേതെല്ലാം അടിക്കുന്നുള്ളത്. ഇത് നമ്മൾ ഉൾവശത്തേക്കാണ് വെച്ചടിക്കേണ്ടത്. ഉൾവശത്ത് വെച്ചടിച്ചിട്ട് പുറം വശത്തേക്ക് ഇങ്ങനെ എടുക്കണം. ഓക്കെ, ഇതുപോലെയാണ് അടിക്കേണ്ടത്. ഇതുപോലെ അടിച്ചതിന് ശേഷം പുറം വശത്തേക്ക് ഇങ്ങനെ മടക്കണം. ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതുപോലെ എടുത്തതിന് ശേഷം ഈ ഭാഗവും നമ്മളിങ്ങനെ മടക്കി അടിക്കുക. അങ്ങനെ മടക്കാൻ പറ്റാത്തവർ ഫസ്റ്റ് തന്നെ ഇങ്ങനെ കരമടക്കി അടിച്ച് വെച്ചെങ്കിൽ പിന്നെ അങ്ങനെ വെച്ചടിക്കാം. ഞാനിതുപോലെയാണ് അടിക്കുന്നത്. ഇതുപോലെ മടക്കിയിട്ട് ഫസ്റ്റ് ഇവിടെ പിന്നെ ഇവിടെ. ഓക്കെ, ഇതുപോലെ സിബ് വെച്ചിട്ട് ഇതുപോലെ ഇതിൻ്റെ ഉൾവശം സിബ് വെക്കുക. എന്നിട്ട് ഒരു വശം ആദ്യം അടിക്കണം. ഇതുപോലെ ഇവിടം വരെ അടിക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇവിടത്തേക്കാണ് അടിക്കേണ്ടത്. ഓക്കെ,
അല്ലാതെ ഇങ്ങനെ അടിച്ച് പോകരുത്. ഇവിടുന്ന് ഇവിടം വരെ, ഇവിടുന്ന് ഇവിടം വരെ അടിക്കണം. ഓക്കെ ഓക്കെ, ഇതുപോലെ അടിച്ചു. ഇനി നമുക്ക് ഇതുപോലെ നമുക്കൊരു പീസ് ഉണ്ടല്ലോ, നേരത്തെ കാണിച്ച ഒരു പീസ്, ആ പീസ് നമുക്ക് അടിക്കാനുണ്ട്. അത് എന്താക്കണം എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഒരു അടി എടുക്കണം, ഇവിടം ഒരടി കൊടുക്കുക. ഓക്കെ, ഇതുപോലെ അടിക്കുക, ഇത് വശവും ഈ രണ്ട് വശവും. എന്നിട്ട് ഇതിന് മറിച്ചിടുക ഇതുപോലെ. ഓക്കെ, ഇതുപോലെ മറിച്ചിടുക. ഈ പീസാണ് നമുക്ക് ഇവിടെ വെക്കേണ്ടത്. ഇവിടെ ഇങ്ങനെയാണ് ഇത് ഉണ്ടാവൽ, മറിച്ച മാതിരി. ഇപ്പം ഞാൻ അടിക്കുമ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കണം. ഓക്കെ, ഇതുപോലെ അടിക്കണം. കുറച്ച് വലുതുണ്ടാവലുണ്ട്, ഒരാൾ വേണ്ടത്ര താഴോട്ടേക്ക് എടുക്കാം. ഇതിപ്പോൾ ഇത്രയുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതുവരെ അടിക്കുക. ഓക്കെ, ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അടിച്ചിട്ട് ഇങ്ങനെയാണ് ഇത് വെക്കേണ്ടത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇവിടെ കൂടി ഇങ്ങനെ അടിച്ചിട്ട് എടുക്കാം. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ അടിക്കും. ഓക്കെ, ഇതുപോലെയാണ് അടിക്കേണ്ടത്. ഇതുപോലെ. ഓക്കെ, ഇവിടെ ഒരു കൊളുത്ത് വെക്കാനുണ്ട്, വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ വേണ്ട. ഇതുപോലെയാണ് സിബിൻ്റെ ഫ്രണ്ട് വശം അടിക്കേണ്ടത്, സിബ് നൈറ്റിൻ്റെ ഫ്രണ്ട് വശം. ബാക്കിയെല്ലാം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. സിബില്ലാത്ത നൈറ്റി ഉണ്ടല്ലോ, ബാക്കിയെല്ലാം അതിലുണ്ട്. അതുപോലെ തന്നെയാണ് ബാക്കിയെല്ലാം അടിക്കേണ്ടത്. ഓക്കെ, ബൈ. അടിക്കേണ്ടത് ഇതുപോലെ. ഓക്കെ.